ഇന്ന് പലരും വീട് വെക്കാൻ വേണ്ടി ലോൺ എടുക്കും, ലോൺ അടക്കാൻ വേണ്ടി വീട് വിൽക്കും. പല വീട്ടിലും ഇപ്പോൾ പലിശ പട്ടിണിയാണ്. പലിശ കാരണത്താൽ മരണം കൊണ്ട് വരെ കടം വീട്ടിയവർ ഇന്ന് നമുക്ക് കാണാൻ കഴിയും. അത്രത്തോളം പലിശ നമ്മെ വരിഞ്ഞു മുറുക്കുന്നുണ്ട്. പലരും ഇത് അറിയുന്നില്ല. പലിശയും EMI ലോണുമെല്ലാം ആർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് ചോദിച്ചാൽ ഇത് പലിശക്കാർ അവർക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കിയതല്ലേ. പക്ഷെ നമ്മളെല്ലാവരും തെറ്റിദ്ധരിച്ചത് അത് നമുക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന്. പലരും എന്ത് ചെയ്യുന്നു, അനാവശ്യമായിട്ട് ലോണും EMI ഒക്കെ എടുക്കുകയാണ്, വെറുതെ സിബിൽ സ്കോർ ഉയർത്തണമെന്ന ഉദ്ദേശത്തിൽ. സിബിൽ സ്കോർ ഉയർന്ന കാരണത്താൽ അത് പറഞ്ഞു നടന്ന് പുളകം കൊള്ളുന്നവർ വരെ ഇന്നുണ്ട്. പലരും വീട് വെക്കുന്നതും വണ്ടി വാങ്ങുന്നതും EMI ഉപയോഗിച്ചും ലോൺ ഉപയോഗിച്ചുമാണ്. നാട്ടുകാരെ ബോധ്യപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിലാണ്. പലരുടെയും ജീവിതത്തിൽ കൃത്യമായ പ്ലാനൊന്നും ഇത്തരം വിഷയങ്ങളിലില്ല. 20 വയസ്സാകുമ്പോഴേക്ക് നമ്മുടെ മനസ്സിലൊക്കെ വരേണ്ടതുണ്ട് 30 വയസ്സാകുമ്പോഴേക്ക് നമ്മുടെ കല്യാണം കഴിഞ്ഞ് ഒരു വീടൊക്കെ വെക്കേണ്ടി വരുമെന്നുള്ളത്. മക്കളുണ്ടാകുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി ഇവരുടെ കല്യാണം കഴിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളത്. നമ്മൾ അത് കണ്ട് ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. ഒരു 10,000 രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ 10,000 രൂപയ്ക്ക് 2 വർഷം കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ വാങ്ങുന്ന സാധനം പോലും വാങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ക്യാഷ് എടുത്ത് വെക്കുന്നതിന് പകരം കുറച്ച് സ്വർണം വാങ്ങി വെക്കുകയോ അല്ലെങ്കിൽ കുറച്ച് സ്ഥലം വാങ്ങി വെക്കുകയോ ചെയ്യാം. നിങ്ങൾ ഏതെങ്കിലും ഒരു ബിസിനസ്സിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യാം. പലരും അതൊക്കെ കരുതിയിട്ടുള്ളത് ആ ഒരു സമയം വരുമ്പോൾ നോക്കാം. പക്ഷെ ആ നേരത്ത് നമ്മുടെ കയ്യിൽ ക്യാഷ് പോലും ഉണ്ടാവില്ല. ബാങ്കിൽ പോയി ലോൺ എടുക്കും, EMI മുഖേന വീടിന്റെ പ്ലാനും മറ്റുമെല്ലാം സെറ്റാക്കും. 30 ലക്ഷത്തിന്റെ ലോൺ എടുത്തൊരു വ്യക്തി അതിന്റെ പലിശ അടക്കം വീട്ടാൻ വേണ്ടിയിട്ട് അവൻ ഓടുന്നത് 20-30 വർഷമാണ്. അടയ്ക്കേണ്ട ബാധ്യതയാണെങ്കിലോ 40-45 ലക്ഷം രൂപയാണ്.